നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന അപൂർവം ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. തലശ്ശേരി നഗരസഭയിൽ NDA അധികാരത്തിലേറിയാൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സിൽ സൗജന്യ യാത്രയും +2 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുമെന്നും B ഗോപാലകൃഷ്ണൻ. കണ്ണൂർ നഗരത്തിലെ സ്ഥാപനത്തിൽ നിന്നും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ്. അറസ്റ്റിലായത് പറശ്ശിനിക്കടവ് സ്വദേശി ബോബി M സെബാസ്റ്റ്യൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. 2305 കൺട്രോൾ യൂണിറ്റുകളും 5959 ബാലറ്റ് യൂണിറ്റുകളുമാണ് കമ്മീഷനിംഗ് പൂർത്തിയാക്കി വിതരണ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന അപൂർവം ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറും. ഗുരുതരമായ കേസാണ് വന്നത്. രാഹുലിനെ ഒളിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും രാഹുൽ വിഷയമില്ലെങ്കിലും UDFന് തിരിച്ചടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെന്റ് വിരുദ്ധ അധികാരങ്ങൾ പ്രതിക്കൂട്ടിലായത്, ഭരണകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത്, പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ അത്യപൂർവം തെരഞ്ഞെടുപ്പാണിത്. അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി. തലശ്ശേരി നഗരസഭയിൽ NDA അധികാരത്തിലേറിയാൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മുൻകൈയെടുക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സിൽ സൗജന്യ യാത്രയും +2 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുമെന്നും ഗോപാലകൃഷ്ണൻ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വികസനത്തെ മുൻനിർത്തിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കുന്നത്. രാഷ്ട്രീയം കൊണ്ട് വികസനത്തെ തടയുന്ന സമീപനമാണ് തലശ്ശേരിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുവരുന്നതെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. BJP അധികാരത്തിൽ വന്നാൽ അമൃത് പദ്ധതിയിൽ നഗരസഭയെ ഉൾപ്പെടുത്തും. അങ്ങനെ വന്നാൽ 1000 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാൻ BJPക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് BJP ഈ നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ ഈ നഗരസഭയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഈ നഗരസഭയെ ഞങ്ങൾ ഉൾപ്പെടുത്തും. അമൃത് പദ്ധതിയിൽ നഗരസഭ ഉൾപ്പെട്ടാൽ നിശ്ചയമായും ഏതാണ്ട് 1000 കോടി രൂപയുടെ 500-നും 1000-നും ഇടയിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ നഗരസഭയിൽ കൊണ്ടുവരാൻ BJPക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നഗരസഭയിലെ ഭരണം BJP NDA സഖ്യത്തിന് ജനങ്ങൾ നൽകുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യം കൂടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഒന്ന്, നഗരസഭയിൽ എല്ലാ സ്ത്രീകൾക്കും 10 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായ ബസ് യാത്രാ സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നഗരസഭയിൽ എല്ലാ സ്ത്രീകൾക്കും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സൗജന്യ ബസ് യാത്രയൊരുക്കും. BPL കുടുംബങ്ങൾക്ക് സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൗജന്യ വൈദ്യുതി നൽകും. BJP തലശ്ശേരി നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ +2 വിജയികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തലശ്ശേരിയിലെ ആരോഗ്യരംഗം ശോചനീയാവസ്ഥയിലാണെന്നും BJP അധികാരത്തിൽ വരുന്നതോടെ അതിന് മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, BJP സംസ്ഥാന സമിതി അംഗം N ഹരിദാസ് എന്നിവർ പങ്കെടുത്തു.
കണ്ണൂർ നഗരത്തിലെ സ്ഥാപനത്തിൽ നിന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ച പറശ്ശിനിക്കടവ് സ്വദേശി അറസ്റ്റിൽ. പറശ്ശിനിക്കടവ് കുഴിച്ചാൽ സ്വദേശി ബോബി M സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. നഗരത്തിലെ സ്ഥാപനത്തിൽ നിന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ച പറശ്ശിനിക്കടവ് സ്വദേശി ബോബി M സെബാസ്റ്റ്യനെയാണ് അറസ്റ്റ് ചെയ്തത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന പേരിൽ ഒരു രോഗിയുടെ അക്കൗണ്ട് നമ്പർ ചേർത്തുള്ള വ്യാജ രസീതുമായാണ് ഇയാൾ പണപ്പിരിവിനായി വിവിധ ബിസിനസ് സ്ഥാപനങ്ങളെ സമീപിച്ചത്. ഇതേ ആവശ്യത്തിന് കണ്ണൂർ നഗരത്തിലെ സ്കൈ പാലസ് ഉടമയെ ബന്ധപ്പെടുകയും മന്ത്രിയുടെ പേര് പറഞ്ഞ് താൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണെന്നും ഒരു രോഗിയുടെ ചികിത്സാ സഹായമായി 1,00,000 ലക്ഷം രൂപ നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഉടമയുടെ നിർദ്ദേശപ്രകാരം മാനേജർ പണം കൈമാറാൻ ഒരുങ്ങുന്നതിനിടെ അക്കൗണ്ട് നമ്പറിൽ സംശയം തോന്നി കണ്ണൂർ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വ്യക്തമായതിനെ തുടർന്ന് ധർമ്മശാലയിൽ നിന്നാണ് CI ബിനു മോഹനും സംഘവും ഇയാളെ പിടികൂടിയത്. കയ്യിലുള്ള വ്യാജ രസീത് ബുക്ക് പരിശോധിച്ചപ്പോൾ ഇതിന് സമാനമായി ഇയാൾ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പണം തട്ടിയെടുത്തതായി സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. വ്യാജ രസീത് അടച്ചതിനും അനധികൃത പണപ്പിരിവ് നടത്തിയതിനുമാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ ഡിസംബർ 5-ന് ആരംഭിച്ച പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. 2305 കൺട്രോൾ യൂണിറ്റുകളും 5959 ബാലറ്റ് യൂണിറ്റുകളുമാണ് കമ്മീഷനിംഗ് പൂർത്തിയാക്കി വിതരണ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. വോട്ടെടുപ്പിന്റെ തലേദിവസമായ ഡിസംബർ 10-ന് വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് യന്ത്രങ്ങൾ വിതരണം ചെയ്യും. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗ് ചെയ്യുന്ന സീൽ പ്രവൃത്തിയാണ് EVM മെഷീനിംഗ്. വെള്ളിയാഴ്ച കണ്ണൂർ കോർപ്പറേഷൻ, പാനൂർ, ഇരിട്ടി, ആന്തൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ നഗരസഭകളിലെ ബൂത്തുകളിലേക്കുള്ള EVM കമ്മീഷനിംഗ് യഥാക്രമം GVHSS സ്പോർട്സ് കണ്ണൂർ, KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂർ, മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാങ്ങാട്ടുപറമ്പ്, സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ എന്നീ കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു. പാനൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, ഇരിക്കൂർ, കല്യാശ്ശേരി, ഇരിട്ടി എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബൂത്തുകളിലേക്കുള്ള കമ്മീഷനിംഗ് യഥാക്രമം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരി, സർ സയ്യിദ് HSS തളിപ്പറമ്പ്, പയ്യന്നൂർ കോളേജ്, കൃഷ്ണമേനോൻ കോളേജ് പള്ളിക്കുന്ന്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി മാടായി, മട്ടന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലാണ് പൂർത്തിയായത്. ശനിയാഴ്ച തലശ്ശേരി, കൂത്തുപറമ്പ്, ശ്രീകണ്ഠാപുരം നഗരസഭകളിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് യഥാക്രമം സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ, തലശ്ശേരി റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂൾ, കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠാപുരം എന്നീ കേന്ദ്രങ്ങളിലും എടക്കാട്, കൂത്തുപറമ്പ്, പേരാവൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബൂത്തുകളിലേക്കുള്ളത് യഥാക്രമം CH ഹയർ സെക്കൻഡറി സ്കൂൾ എളയാവൂർ, നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പ്, സെന്റ് ജോൺസ് UP സ്കൂൾ തൊണ്ടിയിൽ എന്നിവിടങ്ങളിലുമായി പൂർത്തിയായി. ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വിതരണ കേന്ദ്രങ്ങളിൽ EVM കമ്മീഷനിംഗ് പൂർത്തിയാക്കിയത്. തലശ്ശേരിയിൽ ബൈക്കിൽ കടത്തവേ മാരക രാസലഹരി വസ്തുവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. തിരുവങ്ങാട് തോട്ടത്തിൽ പുതിയപുരയിൽ ഹൌസിൽ ഹുസൈൻ TPയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 3.5 ഗ്രാമോളം മെത്താഫിറ്റമിനുമായി യുവാവ് തലശ്ശേരി എക്സൈസിന്റെ പിടിയിലായി. തിരുവങ്ങാട് പുതിയപുരയിൽ ഹൌസിൽ PP ഹുസൈനാണ് 3.431 ഗ്രാം മെത്താഫിറ്റമിനുമായി കണ്ടിക്കലിൽ നിന്നും പിടിയിലായത്. ഇയാൾക്കെതിരെ NDPS കേസ് രജിസ്റ്റർ ചെയ്തു. ഇയാളുടെ KA 09 EU 8209 നമ്പർ ബജാജ് പൾസർ ബൈക്കും കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് പാർട്ടിയെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. ഇയാൾ മുൻപും സമാനമായ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. തലശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തലശ്ശേരി JFCM കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ഷിബു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CP രതീഷ്, TK പ്രതീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ MK പ്രസന്ന, K ശില്പ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന തലശ്ശേരി വികസന വേദിയുടെ ഇലക്ഷൻ ഓപ്പൺ ഫോറം മാറ്റിവെച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
സ്പീക്കറുടെയും നഗരസഭയുടെയും ഓഫീസിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് മാറ്റിവെക്കേണ്ടി വന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. മറ്റൊരു ദിവസം മറ്റൊരു വേദിയിൽ സംവാദം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. തലശ്ശേരി വികസന വേദി ശനിയാഴ്ച ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ച വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുന്ന ഓപ്പൺ ഫോറം സ്പീക്കറുടെ ഓഫീസിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളെ തുടർന്ന് നടത്താൻ പാടില്ലെന്ന വിവരം സ്കൂൾ അധികാരികൾ അറിയിച്ചതായി വികസനവേദി ഭാരവാഹികൾ അറിയിച്ചു. അതിനാൽ മറ്റൊരു ദിവസം മറ്റൊരു വേദിയിൽ ഓപ്പൺ ഫോറം നടത്താൻ ഉദ്ദേശിക്കുന്നതായും എന്ത് കാരണങ്ങളാലാണ് ശനിയാഴ്ച നടത്താൻ ഉദ്ദേശിച്ച പരിപാടി നിർത്തിവെക്കാൻ ബന്ധപ്പെട്ടവരെ പ്രേരിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്നലെ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടിറക്കി, കർട്ടൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. കസേരകൾ ഒക്കെ ഇന്ന് രാവിലെ നിരത്തും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പറഞ്ഞത് MLA ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ഈ പരിപാടി നടത്താൻ അനുവാദം കൊടുക്കരുത്, കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതാണ്, ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന രീതിയിൽ HM-നെയും പ്രിൻസിപ്പളെയും വിളിച്ചു പറഞ്ഞു. എന്ന രീതിയിൽ അവർ പറഞ്ഞു ദയവേത് നമ്മളൊരു സഹകരിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂൾ എന്ന രീതിയിൽ അവർ പറയുന്ന കൺസേൺ അതോറിറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് അംഗീകരിക്കുകയും നമ്മളാ പരിപാടി പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്തു. മറ്റൊരു ദിവസം ആ പരിപാടി നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ KV ഗോകുൽദാസ്, സജീവ് മാണിയത്ത്, CP അഷ്റഫ്, B മുഹമ്മദ് കാസിം, P സമീർ എന്നിവർ സംബന്ധിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് വികസന കാഴ്ചപ്പാട് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി കുന്നോത്തുപറമ്പ് കലാ സാംസ്കാരിക വേദി വായനശാല ഗ്രന്ഥാലയം. പോർക്കളം മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് KK സജീവ് കുമാർ മോഡറേറ്ററായി. കുന്നോത്തുപറമ്പ് കലാ സാംസ്കാരിക വേദി വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് പോർക്കളം മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് KK സജീവ് കുമാർ മോഡറേറ്ററായി. തന്റെ നാടിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് സ്ഥാനാർത്ഥികൾ നമ്മെ സമീപിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കുന്നോത്തുപറമ്പാണ്. അവിടെയും നമ്മൾ ഒന്നാമതെത്തിയിരിക്കുന്നു. ഈ പഞ്ചായത്ത് 102 സ്ഥാനാർത്ഥികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുന്നോത്തുപറമ്പിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്താണ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഈ പഞ്ചായത്തിലാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായ മുൻ മന്ത്രി പ്രമുഖ സോഷ്യലിസ്റ്റുമായ PR കുറുപ്പ്, V അശോകൻ മാസ്റ്റർ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ നേതാക്കന്മാർ, അവരിലൂടെ പ്രശസ്തമായ സ്ഥലം. ശ്രീ KP മോഹനൻ MLA ഈ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹം മുൻ മന്ത്രിയൊക്കെയാണ്. അതുവഴിയും നമ്മുടെ നാട് ഒട്ടനവധി സ്ഥലങ്ങളിൽ അറിയപ്പെട്ട പ്രഗത്ഭമായ ഒരു ഗ്രാമപ്രദേശം. P ഭരതൻ സ്വാഗതം പറഞ്ഞു. സ്ഥാനാർത്ഥികളായ PK മുഹമ്മദ് അലി, T സുജില, N അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കാർഷിക ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്ത് വിപണനം നടത്തി വിപുലമാക്കാൻ പ്രവാസികളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നും പഞ്ചായത്തിൽ KSRTC ഗ്രാമവണ്ടി നീളങ്കൽ ഹെൽത്ത് സെന്ററിൽ പോകുന്നവർക്ക് യാത്രാ സൗജന്യം ഒരുക്കുമെന്നും പഞ്ചായത്തിൽ സൗജന്യ സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് പഞ്ചായത്ത് വികസനത്തിനായി UDF മുന്നോട്ട് വെച്ച ആശയങ്ങൾ. UDFന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുന്നോത്തുപറമ്പിന്റെ ബ്രാൻഡിലായി, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ബ്രാൻഡിലായി ഇത്തരത്തിലുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും വിദേശ രാഷ്ട്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനും അതുവഴി കർഷകരുടെ ജീവിത നിലവാരം, ജീവിത വരുമാനം മെച്ചപ്പെടുത്താനുമുള്ള ഇടപെടൽ UDFന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ആ സാധ്യതകളെ കുറിച്ച് UDF കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കർഷകൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ PSC കോച്ചിങ് സെന്ററുകൾ മക്കളെ സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്തണമെങ്കിൽ PSC പരീക്ഷ പാസ്സായേ മതിയാവൂ. PSC പരീക്ഷ പാസ്സാവണമെങ്കിൽ നല്ല തീവ്രമായ പരിശീലനം PSC പരീക്ഷ സംബന്ധമായിട്ടുണ്ടാവണം. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ
ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭരണം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ചെറുപ്പറമ്പ്, തൂവക്കുന്ന്, അതേപോലെ തന്നെ പാറാട്, ചെണ്ടയാട് 4 മേഖലകൾ കേന്ദ്രീകരിച്ച് സൗജന്യമായി താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു PSC കോച്ചിംഗ് സെന്റർ കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ലഭിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. എന്നാൽ കഴിഞ്ഞ മാസം ശിലാസ്ഥാപനം നടത്തിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം 2 വർഷത്തിനുള്ളിൽ ആധുനിക സൗകര്യത്തോടെ പണി പൂർത്തിയാക്കുമെന്നും കൈവേലിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ, തൂവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയ്ക്ക് പുതിയ കെട്ടിടം പണിയുമെന്നും LDF സ്ഥാനാർത്ഥിയും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ എന്ന് പറയുന്നത്, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥലപരിമിതി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു നമ്മുടെ പഞ്ചായത്ത്. കെട്ടിടത്തിൻ്റെ സ്ഥലപരിമിതി ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ 5 വർഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ കാലത്തിനനുസരിച്ച് കുറെ കൂടി ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം നമുക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഒരു സ്വന്തം സ്ഥലം കണ്ടെത്തുക എന്നത്. 36,75,000 രൂപ പിരിച്ചെടുത്ത് 24.5 സെന്റ് സ്ഥലം നമ്മളവിടെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഒരു 2 വർഷത്തിനു മുമ്പായിട്ട് തന്നെ ഏറ്റവും ആധുനിക രീതിയിലൊരു കെട്ടിട സമുച്ചയം നമ്മളെടുത്ത സ്ഥലത്ത് ഉയർത്തി കൊണ്ടുവരും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കാണ്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികൾ വാർഡ് തലം വരെ എത്തിക്കും. ചങ്ങരോട്ട് പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തിയാക്കും. പഞ്ചായത്ത് വികസനത്തിന് സമഗ്ര വികസന രേഖ തയ്യാറാക്കുമെന്നായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. നമ്മുടെ പഞ്ചായത്തിന്റെ വികസിത പഞ്ചായത്തായി മാറണമെങ്കിൽ NDA തന്നെ ഇവിടെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. വികസിത കേരളം, മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര വികസന പദ്ധതികൾ നമ്മൾ തന്നെ പഞ്ചായത്തിൻ്റെ മാതൃകയാക്കി മാറ്റും. ഒട്ടനവധി ജനകീയ പദ്ധതികൾ കഴിഞ്ഞ 11 വർഷക്കാലയളവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കിസാൻ സമ്മാൻ നിധി, കേരളത്തിൽ തന്നെ 32 ലക്ഷത്തിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു. ഇപ്പോഴും അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 2018 കാലയളവിൽ ആ ഭൂമി ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് തീർച്ചയായും കിസാൻ സമ്മാൻ നിധി ലഭിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ അബദ്ധത്തിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കതിരൂർ പുല്ലോട് വെസ്റ്റ് പാട്യം നഗർ മലമ്മൽ ഹൌസിൽ അൻഷിലിന്റെ മകൻ മുഹമ്മദ് മാർവാനാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ അബദ്ധത്തിൽ വീണാണ് 3 വയസ്സുകാരൻ മരിച്ചത്. കതിരൂർ പുല്ലോട് വെസ്റ്റ് പാട്യം നഗർ മലമ്മൽ ഹൌസിൽ അൻഷിലിന്റെ മകൻ മുഹമ്മദ് മർവാനാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് അംഗൻവാടി വിട്ടതിനു ശേഷം വീട്ടിലെത്തി തൊട്ടടുത്ത കുടുംബ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാരും അയൽവീട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് കുടുംബ വീടിനോട് തൊട്ട് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ബോധരഹിതനായി കുട്ടിയെ കണ്ടെത്തിയത്. ടാങ്ക് തേപ്പ് കഴിഞ്ഞതിന് ശേഷം ചോർച്ച പരിശോധിക്കാൻ വേണ്ടി വെള്ളം നിറച്ചിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കതിരൂർ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഫാത്തിമയാണ് മാതാവ്. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം.
ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയുടെ പിറന്നാൾ ഒരു നാടിന്റെ ഉത്സവമായി മാറിയ അപൂർവ കാഴ്ചയ്ക്കാണ് ധർമ്മടം പഞ്ചായത്തിലെ 6ാം വാർഡ് സാക്ഷ്യം വഹിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ബിനിൽ എന്ന കണ്ണന്റെ പിറന്നാളാണ് പീപ്പിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണനോടൊപ്പം നാട് എന്ന പേരിൽ ആഘോഷമാക്കിയത്. സ്ഥാനാർത്ഥിയുടെ പിറന്നാൾ ഒരു നാടിന്റെ ആഘോഷമാക്കി മാറ്റിയ അപൂർവ കാഴ്ചയ്ക്കാണ് ധർമ്മടം പഞ്ചായത്തിലെ 6ാം വാർഡ് സാക്ഷ്യം വഹിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ബിനിലിന്റെ പിറന്നാളാണ് നാട്ടുകാർ ആഘോഷിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പായസവും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിതരണം ചെയ്തു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസിലെ ബിരുദദാന ചടങ്ങ് ഗ്രാഡിയസ്റ്റ് 25 വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ വകുപ്പ് മേധാവി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശൂരിലെ ഡോക്ടർ MV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ വകുപ്പ് മേധാവി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശൂരിലെ ഡോക്ടർ MV അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Everybody can encourage the global population so that the status of health in Kerala, that even now it is a benchmark, but still with your help definitely it will go to the highest peak. We know that graduation is a milestone. It should never end up with this particular setup of getting a graduation. You have to go to the heights by achieving knowledge not only from your campus, from your peers, from others across the globe, because you have the facilities to search and find what is going on across the globe. So that's the beauty. When we were studying, we were having minimum opportunities and we may have to wait for another journal to come up with good articles. That's not the case nowadays. It is available at your fingertip. You just click what you want to know. It will download whatever is available in the net. Find whether it is genuine, then add it to the memory and go on or move ahead with confidence. കോളേജ് ചെയർമാൻ KK ലതിക അധ്യക്ഷയായി. ഇന്ന് ലോകത്തിലും വിശേഷ നമ്മുടെ രാജ്യത്തുമൊക്കെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് സമ്പത്ത് കൂടെ തൂക്കിക്കൊണ്ട് മാത്രമേ പഠിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ മെറിറ്റ് മാത്രം പ്രധാനപ്പെട്ടതായി കണക്കാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഒരു രക്ഷിതാവും ഇവിടെ ഒരു കുട്ടിയെ ചേർത്തു എന്നുള്ളതുകൊണ്ട് അവരുടെ സമ്പത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ എല്ലാം ഏറ്റവും കൃത്യമായ സഹായം ആവശ്യമായി വേണ്ടതുണ്ട്. ഡോക്ടർ KU ധനേഷ് കുമാർ, ഡോക്ടർ M പ്രദീപ് കുമാർ, ഡോക്ടർ KC സജീവൻ, ഡോക്ടർ R പാർത്ഥിപൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ പ്രൊഫസർ VT സജി ബിരുദദാന ചടങ്ങ് നടത്തി. പ്രൊഫസർ ജിജു ജനാർദ്ദനൻ, ശ്രീജിത്ത് നമ്പൂതിരി, C മോഹനൻ, K വേലായുധൻ, ഡോക്ടർ T രമേശൻ, ഹൈസ ഫിർദൌസ്, മുഹമ്മദ് ഷാമിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KV കവിത സ്വാഗതവും അശ്വതി അയ്യത്താൻ നന്ദിയും പറഞ്ഞു. വളരുന്ന പാനൂരിന് തുടരണം UDF എന്ന മുദ്രാവാക്യവുമായി UDF പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ വാഹന പ്രചരണ ജാഥ നടത്തി. പാനൂർ കൂത്തുപറമ്പ് റോഡിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ KPCC ട്രഷറർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വളരുന്ന പാനൂരിന് തുടരണം UDF എന്ന മുദ്രാവാക്യമുയർത്തിയാണ് UDF പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ വാഹന പ്രചരണ ജാഥ നടത്തിയത്. KPCC ട്രഷറർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പന് നൽകുന്ന കാണിക്ക അതെല്ലാം തന്നെ സ്വരൂപിച്ചുകൊണ്ട് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലുകൾ, രണ്ട് വാതിലുകൾ, സ്വർണ്ണ പാളി പതിച്ച വാതിലുകൾ, അവിടെ വിജയമല്ലിയ 30 കിലോഗ്രാം സ്വർണം, 18ാം പടിയും അതുപോലെ തന്നെ ശ്രീകോവിലും സ്വർണ്ണ പാളികൾ പതിക്കാൻ വിജയമല്ലിയ നൽകിയ 30 കോടി സ്വർണം, 30
സ്വർണം ഉൾപ്പെടെ ഏകദേശം കോടിക്കണക്കിന് രൂപ വില വരുന്ന അയ്യപ്പന്റെ വസ്തുക്കൾ അടിച്ചു മാറ്റിയൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വി നാസർ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനും കെ രമേശൻ വൈസ് ക്യാപ്റ്റനും ടി രാജൻ മാസ്റ്റർ കോർഡിനേറ്ററുമായ ചടങ്ങിൽ PPA സലാം അധ്യക്ഷനായി. ജാഥ കോർഡിനേറ്റർ ടി രാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വി സുരേന്ദ്രൻ മാസ്റ്റർ, പെരിക്കാലി ഉസ്മാൻ, VK ഷിബിന എന്നിവർ സംസാരിച്ചു. പാനൂരിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരിങ്ങത്തൂരിൽ സമാപിച്ചു. LDF എരഞ്ഞോളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി പെരുന്താറ്റിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി പെരുന്താറ്റിൽ കേന്ദ്രീകരിച്ച് നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ദാസ്യത്തിന്റെയും ചേരുവ കൂട്ടിച്ചേർത്ത് ഒരു ആൾരൂപം ഉണ്ടാക്കിയാൽ അതിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടം. നമുക്കറിയാൻ വേണ്ടി കഴിയില്ല. ഇതൊന്നും രണ്ടുമല്ല, ഇനിയുണ്ട് കുറെ എണ്ണം. 2 കേസേ വന്നിട്ടില്ല. ഇപ്പോ പുറത്ത് മൊഴി നൽകാൻ തയ്യാറായി വന്നിട്ടുള്ളൂ. 9ഓളം കേസുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ സംസ്കാരം ഇവിടെ എത്തി. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോ 100 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് ഏകദേശം 1 കോടി രൂപയോളം പിരിച്ചവരാണ് യൂത്ത് കോൺഗ്രസ്. ഇന്നലെ പത്രക്കാര് ചോദിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോട്, എവിടെ നിങ്ങളുടെ വീട്? ഇവിടെ വീടില്ല. പിരിച്ച കാശ് എവിടെ? പറയണ്ടേ ജനങ്ങളോട്? ആ ദുരന്തബാധിതരായ ജനങ്ങളുടെ പേര് പറഞ്ഞ് അവിടുന്ന് പണം പിരിച്ച് ആ പണവുമായി നേരെ പാലക്കാട്ടേക്ക് വണ്ടി കയറി അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ആ പണം മുഴുവൻ ആ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല അതിന്റെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിച്ച് ദൂർത്തടിച്ച നേതാവല്ലേ കോൺഗ്രസ്. M സുനിൽകുമാർ അധ്യക്ഷനായി. CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം AK രമ്യ, KV രജീഷ്, RJD ജില്ലാ കമ്മിറ്റി അംഗം N വിജു, NCP ജില്ലാ കമ്മിറ്റി അംഗം KV രജീഷ്, A രമേശ് ബാബു, M പ്രസന്ന ടീച്ചർ, TP ശ്രീധരൻ, M ബാലൻ, കാട്ടേത്ത് പ്രകാശൻ എന്നിവർ സംസാരിച്ചു. 60 ആഴ്ച പിന്നിട്ട് പിണറായി C മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നാട്ടുവർത്തമാനം പരിപാടി. ചിറ്റാരിപ്പറമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നീലിമ മുഖ്യാതിഥിയായി. 89 വയസ്സ് തികഞ്ഞ വയോജന വേദി അംഗമായ P കുമാരന്റെ പിറന്നാൾ ആഘോഷവും സംഘടിപ്പിച്ചു. പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായി കുമാരൻ വായനശാലക്ക് പുസ്തകം നൽകി. തുടർന്ന് രസകരമായ പിരമിഡ് നിർമ്മാണ മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി.
തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിലിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, വാർഡ് മെമ്പർ കെ വിമല, വയോജനവേദി ഭാരവാഹികളായ ഇ രാജൻ, എം ശശികുമാർ, വി മല്ലിക എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 60 ആഴ്ചകളായി എല്ലാ വ്യാഴാഴ്ചകളിലും വായനശാല പരിധിയിലെ വയോജനങ്ങൾ ഒത്തുചേരാറുണ്ട്. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. പാട്യം കൊട്ടിയോടി LP സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് പാഠ്യപദ്ധതിയുടെ ഭാഗമായി പലഹാരമേളയും പച്ചക്കറിയുടെ വിളവെടുപ്പും നടന്നു. വിവിധങ്ങളായ 50-ൽ പരം പലഹാരങ്ങളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. പാട്യം കൊട്ടിയോടി LP സ്കൂളിന്റെ നേതൃത്വത്തിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പലഹാരമേളയും പച്ചക്കറി വിളവെടുപ്പും നടത്തി. ഒയിസ്ക ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് വി നീമ അധ്യക്ഷയായി. 50-ൽ പരം പലഹാരങ്ങളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. പ്രധാന അധ്യാപിക RK ദീപ്തി മുഖ്യപ്രഭാഷണം നടത്തി. വിൻസി വിജയൻ, VK ഷബ്ന, മിഥുൻ പത്മനാഭൻ, MV രമ്യ, P ദൃശ്യ, P ലിഖി തുടങ്ങിയവർ പങ്കെടുത്തു. ഔഷധ സസ്യ തിരിച്ചറിയൽ മത്സരവും സംഘടിപ്പിച്ചു. PN കാർത്തിക് 1ാം സ്ഥാനം നേടി. എന്താണ് ഇതിന്റെ പേര് എന്ന് ആരും വിളിച്ചു പറയാൻ പാടില്ല. ഇത് തിരിച്ചറിഞ്ഞ ഏറ്റവും കൂടുതലായിട്ടല്ല, ഇത് മൂന്നിന്റെ പേര് പറയാൻ സാധിക്കുന്ന ആൾക്ക് എൻ്റെ വക ഒരു മെഡലുണ്ട്. അപ്പൊ അറിയുന്ന കൂട്ടർ കൈവും ഒക്കെയാണ് വേണ്ടത്. വേറെ ആരുമില്ലേ? ആരെയും ബുക്ക് പറ പേര് അല്ല, ഇതേതെങ്കിലും അറിയാമോ? വീരാജ്പേട്ടയിലെ സർവോദയ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ 1982-83 B.Ed ബാച്ച് കണ്ണൂരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 42 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത്. വിരാജ്പേട്ട സർവോദയ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ 1982-83 B.Ed ബാച്ച്
പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. പരിപാടിയിൽ പി ജയറാം അധ്യക്ഷനായി. പി കെ സാവിത്രി പ്രാർത്ഥന നടത്തി. എം പി ശ്യാമള സ്വാഗതം പറഞ്ഞു. എൻ പ്രേമരാജി, പി എ നാരായണൻ, കെ വി പൗലോസ്, ജി എ മോഹനൻ, ലൂസമ്മ ചാക്കോ എന്നിവർ സംസാരിച്ചു. ടി കെ അൽക്ക നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. I served in a tutorial for 2 years. Then I was joined as the assistant teacher to Mysore Diocese Education Society. I worked at Martandi, and it's the interior part of Mysore, and it's the Veerappan area where I worked for 8 years. After that, I was transferred to Mysore St. Philomena's High School, and from there I was transferred to St. Anne's Virajpet, and lastly I was transferred from there to my place, that's St. Michael's High School, Madikeri. ಹೂವಾಗುವುದಮ್ಮ ಎರಡಕ್ಷರದಲ್ಲಿ ಏನಿದೆ ಶಕ್ತಿ ಹೇಳುವರಾರಮ್ಮ ಕೇಳುವರಾರಮ್ಮ ಅಮ್ಮ ಎಂದರೆ ಏನೋ ಹರ್ಷವು ನನ್ನ ಪಾಲಿಗೆ ಅವಳೇ ದೈವವು. പുന്നോൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ പൂജാ മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പുന്നോൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ പൂജാ മഹോത്സവം 2 ദിവസങ്ങളിലായി പുന്നോൽ പരിസരത്ത് നടന്നു. സാംസ്കാരിക സദസ്സ്, കലാപരിപാടികൾ, വൈകിട്ട് ഭജന, അന്നദാനം എന്നിവയും ഉണ്ടായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂ സ്റ്റൈൽ ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാഷൻ ഡിസൈനിംഗ് മത്സരം സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇത് 2ാം തവണയാണ് ന്യൂ സ്റ്റൈൽ ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാഷൻ ഡിസൈനിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത്. ക്യോഷി KP ബാലൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നടത്തി ഈ കൊല്ലം നടത്തിയാണ്. കുറച്ചുകൂടി വിപുലമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ
സാഹചര്യങ്ങൾ കൊണ്ട് അത് വിചാരിച്ച പോലെ വലിയ രീതിയിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവന ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അതേപോലെ ഓരോ ടൈലേഴ്സിനും ഓരോ കട്ടിങ് മാസ്റ്റർമാർ അവരുടെ ഭാവനകളാണ് ഫാഷൻ ലോകത്തേക്ക് വരുന്നത്. നമുക്കെല്ലാം അറിയാം, ഇന്ന് ഏറ്റവും നമ്മൾ കണ്ടാൽ വൃത്തികേട് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ആയിരക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് ജീൻസ് കീറിയതെല്ലാം ഇട്ടിട്ട് നടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. അതും ഫാഷനാണ്. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ കാണാം ഏറ്റവും നല്ല തുണി, അതേപോലെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ലൊരു രീതിയിലും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിസൈനുകൾ, ഞെട്ടിക്കുന്ന ഡിസൈനുകൾ നടത്തുന്ന ഫാഷൻ ഷോ, അതൊക്കെ ആദ്യകാലങ്ങൾ. ഇന്ന് അതെല്ലാം മാറി 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 അതിനെ അനുകരിക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരികളും മത്സരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താല്പര്യം. പ്രതിഭ കലാനികേത് ഡയറക്ടർ ഭാർഗവി ടീച്ചർ, കിഡ് ഫസേര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടർ നിതാശ മനോജ്, ന്യൂ സ്റ്റൈൽ ഡയറക്ടർ KS രേഷ്മ, സ്മേര അജേഷ് എന്നിവർ സംസാരിച്ചു. ഫാഷൻ ഷോയും അരങ്ങേറി. KP ബാലൻ, ഭാർഗവി, നിതാശ മനോജ് എന്നിവർ വിധികർത്താക്കളായി. ജേതാക്കൾക്കുള്ള സമ്മാനദാനവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന അപൂർവം ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. തലശ്ശേരി നഗരസഭയിൽ NDA അധികാരത്തിലേറിയാൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബസ്സിൽ സൗജന്യ യാത്രയും +2 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുമെന്നും B ഗോപാലകൃഷ്ണൻ. കണ്ണൂർ നഗരത്തിലെ സ്ഥാപനത്തിൽ നിന്നും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ്. അറസ്റ്റിലായത് പറശ്ശിനിക്കടവ് സ്വദേശി ബോബി M സെബാസ്റ്റ്യൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. 2305 കൺട്രോൾ യൂണിറ്റുകളും 5959 ബാലറ്റ് യൂണിറ്റുകളുമാണ് കമ്മീഷനിംഗ് പൂർത്തിയാക്കി വിതരണ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.